അറിയൂ. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തെ അധികരിച്ച് പറ്റുന്ന സമയങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് രാമായണത്തെ ഒരു പ്രഭാഷണമായിട്ട്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രഭാഷണമായിട്ട് പറയാം എന്ന് പറയുണ്ടായി. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ആ ഒരു പ്രഭാഷണം നടത്താൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നെറ്റ്വർക്കിന് വൈകിട്ട് ഈ ഇടിയും അതും ഇതൊക്കെയായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് തോന്നുന്നു രാവിലെ വലിയ കുഴപ്പമില്ല, നമുക്കും കുറച്ചൊരു നമ്മുടെ കുറച്ചുകൂടെ ഒരു സൗകര്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സൗകര്യത്തിൽ നമുക്കിത് ചെയ്യാം. പിന്നെ നിങ്ങളും നിങ്ങളുടെ തിരക്കൊഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ സമയം കണ്ടെത്തി നിങ്ങൾക്കും ഇത് ഫേസ്ബുക്കിൽ കാണാം. പിന്നെ കൂടാതെ ഇത് യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാളഗ്രാമം എന്നുള്ള ആ ഒരു ചാനൽ. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഉപനിഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഉപനിഷത്തിലൂടെ രാമായണത്തിലേക്ക് സമീപിക്കുന്നതാണ്. അപ്പം അതിന് ഒരു സീതോപനിഷത്ത് എന്ന ഒരു ഉപനിഷത്തിനെയാണ്, അതിലെ ചില മന്ത്രങ്ങളെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സീതോപനിഷത്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണ് എന്ന് പറഞ്ഞാൽ, ദേവന്മാർ ചോദിക്കുന്നു ആരാണ് സീത, എന്താണ് സീതയുടെ രൂപം, ഇതാണ്. അപ്പം അതിന് പ്രകൃതിയാണ് സീത എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സീത എന്ന ശബ്ദം 3 സ ഈ ത, ഈ 3 വർണ്ണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലേക്കും സത്യങ്ങളിലേക്കും അതിനെക്കുറിച്ച് പറയുകയാണ്. ഇതാണ് അതിൻ്റെ രത്നചുരുക്കം. അതിൽ രാമൻ എന്നത് അതിൻ്റെ കാരണമാണ്. അപ്പം ഈ കാര്യകാരണ സംബന്ധമാണ് സീതയും രാമനും തമ്മിലുള്ള ബന്ധം. അതായത് കാര്യത്തിൽ നിന്ന് അന്യമല്ല കാരണം, കാരണം വേറെ കാര്യം വേറെ എന്നല്ല. അതാണ് നമ്മൾ ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ വളരെ ലളിതമായിട്ടാണ് ഭാരതീയ വേദാന്ത ദർശനം അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രി, ഇതൊക്കെ തന്നെ നീയാണെന്ന് പറയും. അപ്പോൾ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നില്ല. അപ്പം ഈ രാമനിൽ നിന്ന് അകന്നു നിൽക്കുന്ന സീതയ്ക്ക് തിരിച്ച് രാമനിലേക്കുള്ള പ്രാപ്തി, ഇതാണ് രാമായണത്തിൻ്റെ ഒരു ക്ലൈമാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ളത്. വളരെ നമുക്കൊരു ത്രെഡായിട്ട് അതിനെ പറയുകയാണ്, ഒരു 1 ലൈൻ സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഫിലോസഫി എന്താണ്? ഈ കാര്യവും കാരണവും രണ്ടായി നിൽക്കുമ്പോൾ ദുഃഖത്തിന് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രത്തിൽ ദ്വിതീയാത് വൈ ഭയം ഭവതി എന്ന് പറഞ്ഞത്. 2ൽ നിന്നാണ് എല്ലാ ഭയവും ഉണ്ടാകുന്നത്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഗദ്യപ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ എന്തായാലും ഒന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യം. ഈ സമയത്ത് അത് വളരെ അനിവാര്യമായിട്ട് വന്നതാണ്. കാരണം
തുടങ്ങി ഈ സമയത്ത് നമുക്കത് കേൾക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. അത് പലരും അത് ദിവസവും ശാഖയിലൊക്കെ ഓരോ ഈ SNDP ശാഖയിലൊക്കെ ശാഖായോഗം കഴിയുമ്പം അല്ലെങ്കിൽ തുടങ്ങുമ്പോഴൊക്കെ എല്ലാവരും അത് ഗദ്യരൂപത്തിൽ പറയാറുണ്ട്. പലപ്പോഴും അത് പലർക്കും കാണാപ്പാടവുമാണ്. പക്ഷേ എന്തൊരു ശക്തമായ ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഗദ്യരൂപത്തിൽ ഗുരുദേവൻ തന്നിട്ടുള്ളത്. അത് തുടങ്ങുന്നതിന് അതിൽ നാം അറിവാകുന്നു എന്ന് പറഞ്ഞു. ഈ കാണപ്പെടുന്നതിനൊക്കെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു രൂപമുണ്ട്. അതെന്താണ്? അതൊന്നാണ്, അത് രണ്ടല്ല എന്ന് പറയും. അപ്പം ഇത് രണ്ട് എന്നുള്ളിടത്താണ് ഈ ഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വേദാന്തപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ വ്യവഹാരത്തിൽ ഇതൊക്കെ പലതാണ്. അതുകൊണ്ട് ദർശനത്തിൽ നമുക്ക് ദ്വൈതമെന്നും വിശിഷ്ടാദ്വൈതമെന്നും അദ്വൈതമെന്നും ഇങ്ങനെ 3 പിരിവുകളായിട്ടാണ് ഭാരതീയ ദർശനങ്ങളെ പൊതുവെ പറയുന്നത്. ദ്വൈതവാദികൾ, അദ്വൈതവാദികൾ, അതുപോലെ വിശിഷ്ടാദ്വൈതവാദികൾ. അപ്പം നമ്മുടെ ഒരു സമ്പ്രദായം, നമ്മൾ ചിന്താധാര ശങ്കര ഭഗവത്പാദരുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും വിവേകാനന്ദ സ്വാമികളുടെയൊക്കെ മാർഗമായിട്ടുള്ള അദ്വൈത വേദാന്ത ചിന്തയാണ്. ഈ അദ്വൈത വേദാന്ത ചിന്തയെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേട് തോന്നുന്നുവെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കതിനെ നന്നായി മനനത്തിന് വിധേയമാക്കാം, അതിനെ ഒന്നുകൂടെ നന്നായി ചിന്ത ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമം നടത്താം. വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർഗത്തെ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ചിന്താ പദ്ധതി പറയാതെ പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അദ്വൈത വേദാന്ത ചിന്തയാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. കേൾക്കുന്ന നിങ്ങളെല്ലാവരും അദ്വൈത വേദാന്ത ചിന്തയെ അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നവരോ അതിൽ പ്രാമുഖ്യമുള്ളവരോ അതിനോട് താല്പര്യമുള്ളവരോ ഒന്നും ആവണമെന്നില്ല. അങ്ങനെ നിങ്ങളിൽ ഇതിൻ്റെ ഒരു വലിയൊരു നിങ്ങളെയൊക്കെ അദ്വൈത വേദാന്തികളാക്കാം എന്നുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ മുന്നിലില്ല. അപ്പോൾ എന്താണ് ഭാരതീയ ഋഷി പറഞ്ഞിട്ടുള്ളത് അതിനെയാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാരതീയ വേദാന്ത ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെയൊക്കെ നമുക്ക് 4 രീതിയിൽ സമീപിക്കാം. ചരിത്രപരമായിട്ട്, ഭാഷാപരമായിട്ട്, ഭക്തിപരമായിട്ട്, തത്വചിന്താപരമായിട്ട്. ഈ തത്വചിന്തയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. ആ തത്വചിന്തയിലാണ് കാരണരൂപത്തിൽ രാമനാണ് എന്ന് ഉപനിഷത്ത് പറയുന്നത്. വിഷ്ണു കാരണമാണ്, കാര്യമാണ്, പ്രകൃതിയാണ് സീത. അപ്പം ഇത് രണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യാവഹാരിക ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യവഹാരത്തിൽ നമുക്കത് രണ്ടാണ്. ഇവിടെ പലതും രണ്ടാണ്. നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ട്, നമ്മൾ ഇട്ടിരിക്കുന്ന ജുബ്ബ അല്ലെങ്കിൽ ബനിയൻ, ഇതൊക്കെ നമ്മൾ പലതായിട്ടാണ് പറയുന്നത്. പക്ഷേ അതിനെ ഒരു ഫാബ്രിക് എന്ന നിലയിൽ കോട്ടണാണ് മെറ്റീരിയൽ എങ്കിൽ കോട്ടൺ എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഭേദങ്ങളില്ല. മുണ്ടെന്നോ ജുബ്ബയെന്നോ ഒന്നുമില്ല. ആ ഭേദങ്ങളൊക്കെ അവസാനിക്കുന്നു. ഇതാണ് കാര്യവും കാരണവുമായിട്ടുള്ളത്. ലളിതമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് സ്വർണവും ആഭരണങ്ങളും എന്നതുപോലെ. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെ ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും ഒക്കെ വിഭിന്നങ്ങളായിട്ട് നിലകൊള്ളുന്നുവെങ്കിലും ഇതെല്ലാം ഒന്നൊന്നിൽ നിന്ന് സംജാതമായതാണ് എന്ന് വേദം അനുശാസിക്കുന്നു.
വേദത്തിൽ പറയുന്നു, ഉപനിഷത്ത് മന്ത്രത്തിൽ പറയുന്നു, ഏതസ്മാത് ആത്മന ആകാശ സംഭൂത. അതിൽ നിന്ന് ആകാശമാണ് ആദ്യം സംഭവിച്ചത്. സ്പേസാണ്. സൃഷ്ടിയെക്കുറിച്ച് ഭാരതീയ വേദാന്ത ശാസ്ത്രം പറയുന്ന സമയത്ത് ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നത് സ്പേസാണ്. അല്ലാതെ ആദ്യം ഉണ്ടായത് മത്സ്യമാണ്, പിന്നെ കൂർമ്മമാണ്, പിന്നെ വരാഹമാണ് എന്നല്ല. അത് സൃഷ്ടിവാദമല്ല അദ്വൈത വേദാന്ത ചിന്തയിൽ. അതൊക്കെ അവതാരം എന്ന് പറയുന്ന സമയത്ത് പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. അതല്ല സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശമാണ് ആദ്യത്തെ സൃഷ്ടി. ആകാശത്തിലെ എന്തെങ്കിലും നടക്കുള്ളൂ, സ്പേസ്. ആ ആകാശത്തിൽ നിന്നാണ് ആകാശാത് വായു ഉണ്ടാകുന്നത്. കാരണം വായു എപ്പോഴും ആകാശത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ആകാശത്തിൻ്റെ അസാന്നിധ്യത്തിൽ വായുവിന് ഒരു നിലനിൽപ്പില്ല. വായോരഗ്നി, വായുവിൽ നിന്നാണ് അഗ്നി. അഗ്നിക്കും നിലനിൽക്കാൻ വായു എന്താ പറയുക, അത് ഒരു അടിസ്ഥാന ഘടകമാണ്. വായോരഗ്നി. അഗ്നേരാപ, അഗ്നിയിൽ നിന്നാണ് ജലം. അദ്ഭ്യ പൃഥിവി, ജലത്തിൽ നിന്നാണ് ഭൂമി. ഭൂമേഹേ ഓഷധയ, ഭൂമിയിലാണ് ഈ സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉള്ളത്. അതിൽ നിന്ന് അന്നാദ്, ഓഷധീഭ്യോ അന്നം, അതിൽ നിന്നാണ് ഈ അന്നം. അന്നാദ് പുരുഷ, അതിൽ നിന്നാണ് നമ്മൾ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളും. അപ്പം ഇതെല്ലാം വൈവിധ്യങ്ങളായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ കൃതം, നന്നായി ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെയെല്ലാം കൂടെയാണ് സീത പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം രാമനോ അതിൻ്റെ കാരണം. അപ്പം കാര്യവും കാരണവും രണ്ടല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യവഹാരത്തിൽ നമ്മളതിനെ അന്വേഷിക്കാതിരിക്കുമ്പോഴാണ് അത് രണ്ടായിട്ട് നിലനിൽക്കുന്നത്. അത് ഈ പ്രക്രിയയുടെ പേരാണ് മായ. അതുകൊണ്ട് സീതയെ മായ എന്ന് പറഞ്ഞു. മായ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കാതിരിക്കുമ്പം അത് ഉള്ളതാണ്. അന്വേഷിച്ചാലോ അതിൻ്റെ യാഥാർത്ഥ്യം ഇല്ലാത്തതാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഇല്ല എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിൻ്റെ അഭാവത്തെ അല്ല, അത് മറ്റൊന്നാണ്. നമ്മളിങ്ങനെയാണ് അതിനെ വ്യവഹരിച്ചത്, സംസാരിച്ചത്, ഇങ്ങനെയാണ് അതിനെ പറഞ്ഞത് എന്നുള്ളത്. നമ്മൾ രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നിങ്ങളോട് പറഞ്ഞു, വാത്മീകി രാമായണത്തെയാണ് നമ്മൾ പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ. അത് ഈ മറ്റ് രാമായണങ്ങളിലൂടെ. അപ്പം ഈ വാത്മീകി മഹർഷി രാമായണം ചമയ്ക്കുന്ന അതിനെയാണ് നമ്മൾ ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 24,000 ശ്ലോകങ്ങളെ കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ 24,000 ശ്ലോകങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ വിസ്താരമാണെന്നാണ്. അതെന്താണ് ആ മന്ത്രം? ആ മന്ത്രമാണ് ഗായത്രി. ഗായത്രി 24 അക്ഷരങ്ങളാണ്. ഓം ഭൂർ ഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ ഗായത്രിയുടെ വിസ്താരമാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് അത് ചിട്ടപ്പെടുത്തിയതുകൊണ്ട് വാത്മീകി രാമായണത്തിന് ചതുർവിംശതി സാഹസ്രി എന്ന് പറയും. ചതുർവിംശതി എന്ന് പറഞ്ഞാൽ 24, സഹസ്രി 24,000. അങ്ങനെ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് വാത്മീകി ആദികാവ്യം ചമച്ചു. എന്നാൽ വാസിഷ്ഠം എന്ന് പറയുന്നത് 32,000 അങ്ങനെ ശ്ലോകത്തിൻ്റെ ഒരു ബൃഹത് യോഗ വാസിഷ്ഠത്തിൻ്റെ ഒരു രചനയുണ്ട്. അത് വേറെ, നമുക്കത് ഓരോന്നും സന്ദർഭത്തിൽ പറയാം, ഓരോ അതിനനുസരിച്ച് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെയൊരു ക്രമത്തിൽ അങ്ങനെ പോവാം. അപ്പം ഈ രാമായണത്തെ, വാത്മീകി രാമായണത്തെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത്, രാജസൂയ യാഗത്തിൽ, ശ്രീരാമൻ നടത്തുന്ന രാജസൂയ യാഗത്തിൽ ലവനും കുശനും വന്ന് കഥ പറയുന്നതാണ്. അപ്പം ലവകുശന്മാർ ശ്രീരാമസന്നിധിയിൽ, ശ്രീരാമൻ്റെ കൊട്ടാരത്തിൽ, അവിടെ കാതികരായിട്ട് കഥ പറയുന്ന ആളുകളായിട്ട് ഈ 2 കുട്ടികളും, ശ്രീരാമൻ്റെ തന്നെ ഈ 2 കുട്ടികൾ വന്ന്
രാമകഥ പറയുന്നതായിട്ടാണ്. അങ്ങനെയാണ് അതിന് എന്താ പറയുക, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ആ രീതിയാണ്. ഈ 24,000 ശ്ലോകങ്ങളെ വേദവ്യാസ ഭഗവാൻ 6,000 ശ്ലോകങ്ങളെ കൊണ്ട് അധ്യാത്മരാമായണം എന്നത് ചമച്ചു. എന്തിനാണ് വ്യാസരി അധ്യാത്മരാമായണം ചമയ്ക്കുന്നത് എന്ന് വ്യാസര് തന്നെ പറയുന്നുണ്ട്. ഈ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് വാത്മീകി ചമച്ച രാമായണത്തിന്, ആദികാവ്യത്തിന് ചില മൂഢബുദ്ധികൾക്ക്, അല്പബുദ്ധികൾക്ക്, ഈ മൂഢബുദ്ധി അല്പബുദ്ധി എന്നൊക്കെ ഉള്ളത് ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധി അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് അങ്ങനെ കരുതിയാൽ മതി, അല്ലാതെ ആളുകൾ തല്ലിപ്പൊളികളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ അതിനെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണം വേദവ്യാസർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരകാണ്ഡത്തിൽ ആണ്. ബ്രഹ്മാണ്ഡ പുരാണം അതിബൃഹത്തായിട്ടുള്ളതാണ്. ഇതുപോലെ പല കൃതികളെയും നമ്മൾ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് കാണുന്നത്. ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരഘട്ടത്തിലാണ് അധ്യാത്മരാമായണം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പുരാണത്തിലായതുകൊണ്ട്, ഒട്ടുമിക്ക പുരാണങ്ങളും സൂതൻ നൈമിഷാരണ്യത്തിലിരുന്ന് മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. സൂതനാണ് കഥ പറയുന്നതിൻ്റെ ഒരു ആൾ. മൂപ്പരാണ് ഏറ്റവും വലിയ ഒരു ഡാറ്റാ ബാങ്ക്. അത് കഴിഞ്ഞാൽ നാരദരാണ്. ഇവരുടെ അടുത്ത് ലോകത്തിലെ സകലമാന ആളുകളുടെ ഡാറ്റയും ഉണ്ട്. അവർക്കറിയാം. അവരൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛൻ ആരാണ്, അച്ചാച്ചൻ ആരാണ്, അച്ചാച്ചൻ്റെ അച്ഛനാരാണ്, തുടങ്ങിയിട്ട് ഇയാളിവിടെ വരാനുണ്ടായ കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ സകലമാന രോഗവിവരങ്ങളും സകല വിവരങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. നാരദർ അതിൻ്റെ അന്നത്തെ ഒരു ഏറ്റവും വലിയ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് നാരദരാണ്. സൂതൻ കഥ പറയുന്ന ആളാണ്. നല്ല ഭംഗിയായിട്ട് അതിമനോഹരമായിട്ട് ഏതൊരാളുടെയും കാതുകളെ ഹരം പിടിപ്പിക്കുന്ന വിധത്തിൽ കഥ പറയുന്ന ആളാണ് സൂതൻ. അങ്ങനെ ഈ സൂതൻ നൈമിഷാരണ്യത്തിലിരുന്ന് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ വ്യാസർ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അധ്യാത്മരാമായണത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നാരദർ കലികാലത്തിൽ ബ്രഹ്മദേവനെ സമീപിച്ച് ബ്രഹ്മാവിനോട് ഈ കലികാലത്തിൽ മനുഷ്യന്മാർക്കൊക്കെ ആരും തന്നെ ഒരു നേരാവണ്ണം അല്ലല്ലോ ജീവിക്കുന്നത്. പലരും സത്യം പറയുന്നില്ല. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധം, വീട്ടിലെ ഗൃഹസ്ഥാശ്രമം ശരിയല്ല, ഗുരുക്കന്മാർ ശരിയല്ല, ഇങ്ങനെ ബ്രാഹ്മണർ വെറും ദക്ഷിണയ്ക്ക് വേണ്ടി മാത്രം ബ്രാഹ്മണ വൃത്തി ചെയ്യുന്നു. ഇതൊക്കെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ, ഇവരുടെ ഈ കഷ്ടപ്പാട് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു മാർഗം എന്ന നാരദരുടെ ചോദ്യത്തിന് ബ്രഹ്മദേവൻ കൊടുക്കുന്ന ഉപദേശമായിട്ടാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ഇത് അങ്ങ് ചോദിച്ചത് ഏറ്റവും നല്ല ചോദ്യം തന്നെ, മനുഷ്യർക്ക് വേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഞാൻ ഉത്തരമായിട്ട് പണ്ട് പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള രാമായണ രഹസ്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അധ്യാത്മരാമായണത്തിൻ്റെ ഒരു ആരംഭം. വാത്മീകി രാമായണത്തിൽ അത് നേരെ വേറൊരു പശ്ചാത്തലത്തിലാണ് അത് വരുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി വാത്മീകി രാമായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ഈ പിന്നെ വരുന്ന ഈ കമ്പരാമായണം തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വ്യാസരുടെ അധ്യാത്മരാമായണത്തെയാണ്
എഴുത്തച്ഛൻ കിളിപ്പാട്ടായിട്ട് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന അധ്യാത്മരാമായണത്തിന് മൂലകൃതിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മലയാളികളായിട്ടുള്ള നമ്മൾ കർക്കിടക മാസത്തിൽ വായിക്കുന്ന രാമായണം വാത്മീകി രാമായണത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ളതല്ല. വാത്മീകി രാമായണത്തിൽ നിന്ന് വ്യാസരിൽ നിന്ന് എഴുത്തച്ഛൻ എടുത്ത അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യാസം പലപ്പോഴും രാമായണം 10-20 കൊല്ലമായി വായിക്കുന്ന പലർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയട്ടെ. അപ്പോൾ നമ്മൾ ഈ വാത്മീകി രാമായണത്തെ നമ്മൾ തുടർ ദിവസങ്ങളിലൂടെ പരിചയപ്പെടാൻ പോകും. ഇങ്ങനെ ഓരോ രാമായണങ്ങൾക്ക് എന്താണ് വാസിഷ്ടം, ബൃഹത് യോഗ വാസിഷ്ടം, അത് എങ്ങനെയാണ് ലഘുയോഗ വാസിഷ്ടമാകുന്നത്, അതിലെ പ്രധാന സന്ദർഭങ്ങൾ, അതിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ധാർമ്മിക വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ, സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് അറിയുന്നതാണെങ്കിൽ നമ്മൾ അത് മറുപടി തരാം. നമസ്കാരം.